ഇവന് മറ്റുള്ളവരെയും കാട്ടി ഒരു വ്യത്യസ്തമായ ഒരു കഴിവുണ്ട്. കാരണം ഇവന് ഗോസ്റ്റുകളെ നേരിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ അത് കാരണം അവൻ്റെ ലൈഫിൽ അവൻ ഒരുപാട് ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. ഒരു സമയത്ത് ഇവനും ഇവൻ്റെ ബോയ് ഫ്രണ്ടും കൂടി ഒരു ആവശ്യത്തിനായിട്ട് സെമിത്തേരിയിൽ വരികയാണ്. അവിടെ വച്ച് ഇവൻ്റെ ബോയ് ഫ്രണ്ട് ഒരു ആവശ്യത്തിനായിട്ട് കുറച്ച് മാറി നിൽക്കുമ്പോൾ ഇവന് ചുറ്റും ഗോസ്റ്റ് വരികയാണ്. അത് ഒരു ഗോസ്റ്റ് ഇവൻ്റെ കാലിൽ വന്ന് പിടിക്കുന്നുണ്ട്. ആ പിടിക്കുന്ന സമയത്ത് ഇവൻ്റെ കയ്യിലൊരു ഏലസ് ഉണ്ടായിരുന്നു. ഈ ഗോസ്റ്റുകളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കിട്ടിയൊരു ഏലസാണ്. ആ ഏലസും അഴുങ്ങി പോകുന്നുണ്ട്. അത് കാരണം ആ സെമിത്തേരിയിലുള്ള എല്ലാ ഗോസ്റ്റും ഇവൻ്റെ അടുത്തേക്ക് വരാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാവുന്ന സ്ട്രെസ്സും പേടിയൊക്കെ കാരണം അവൻ ഫെയിൻ്റായിട്ട് വീഴുകയാണ്. അവൻ്റെ ബോയ് ഫ്രണ്ട് വന്ന് നോക്കുമ്പോൾ ഇവനിങ്ങനെ ഫെയിൻ്റായിട്ട് കിടക്കുന്നത് കണ്ട് അവൻ പേടിച്ചിട്ട് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. അവിടെ വെച്ച് ഒരു IV ട്രിപ്പൊക്കെ ഇട്ടതിന് ശേഷം അവൻ്റെ ബോധം തിരിച്ചു വരികയാണ്. അവൻ്റെ ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഏലസ് അവൻ്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ബോയ് ഫ്രണ്ട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, നിനക്ക് എന്ത് പറ്റിയെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ നടന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട്, ഈ ഗോസ്റ്റുകളൊക്കെ നിന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് ഇവൻ ചോദിക്കുകയാണ്. എൻ്റെ എനർജിയൊക്കെ ഡ്രെയിനായിട്ട് ഞാൻ മരിക്കാനും സാധ്യതയുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവൻ്റെ ബോയ് ഫ്രണ്ട് ഒരുപാട് ടെൻഷൻ അടിക്കുകയും പാനിക്കാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഗോസ്റ്റുകളെ കാണാൻ പറ്റുന്നത് കാരണം ഇവൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവൻ്റെ ലൈഫിൽ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ടാണ് ഈ ഏലസ് കെട്ടിയിരിക്കുന്നതും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തായ് ഡ്രാമയാണ്. ഫാൻറ്റസി റിലേറ്റഡ് ആണ്. ഗോസ്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാവരും കാണാൻ ശ്രമിക്കുക. താങ്ക് യു.